കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ക്രൈസ്റ്റ് ബ്ലെസ്സസ് എന്ന ചാനലുമായിട്ട് ചേർന്ന് അല്പസമയം ചിലവിടുവാൻ ദൈവം എനിക്ക് നൽകുന്ന ഈ നല്ല സമയത്തെ ഓർത്ത് നന്ദിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്യും. എൻ്റെ പേര് CP ജോസ്. എൻ്റെ പ്രവർത്തന മേഖലയിൽ ജോസ് പാപ്പി എന്നാണ് അറിയപ്പെടുന്നത്. 1959 ജനിച്ചു. ഒരു യാഥാസ്ഥിക ക്രിസ്ത്യൻ കുടുംബത്തിൽ, ഓർത്തഡോക്സ് ക്രിസ്ത്യൻ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. മറ്റുള്ളവരെ പോലെ തന്നെ നല്ല ഒരു പള്ളി ഭക്തനായി ചെറുപ്പകാലം ചെലവഴിച്ചു. യൗവനത്തിൽ പള്ളിയുടെ പലതരത്തിലുള്ള ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ടിടയായി. ഇന്നത്തെ എൻ്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അന്ന് യഥാർത്ഥത്തിൽ ഞാൻ കർത്താവിനെ അറിഞ്ഞു എന്ന് പറയുവാൻ ഒരിക്കലും സാധ്യമല്ല. കാരണം ട്രഡീഷണലായിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള ചുറ്റുപാടുകളിലായിരുന്നു ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പള്ളിയെ സ്നേഹിക്കുകയും പള്ളിയുടെ കാര്യങ്ങൾ നോക്കുകയും ചെയ്യുന്നത് ആണ് ഏറ്റവും അനുഗ്രഹം എന്നുള്ള ഒരു ചിന്താഗതിയിൽ കൂടിയാണ് അന്ന് മുന്നോട്ട് പോയത്. പലതരത്തിലുള്ള പള്ളിയുടെ ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുത്തുകൊണ്ട് അത് ഭംഗിയായി ചെയ്ത് സന്തോഷിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. എന്നാൽ വിശുദ്ധ വേദപുസ്തകവുമായിട്ട് യാതൊരു തരത്തിലും അതിനെ സ്നേഹിച്ച് അതിനെ പഠിക്കുവാനോ അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളുവാനും ഒന്നും അന്നത്തെ കാലത്ത് ഉള്ള ചിന്തയില്ലായിരുന്നു. കാരണം അങ്ങനെ ഒരു ജീവിത രീതിയായിരുന്നല്ലോ അത്. അങ്ങനെ യൗവനത്തിൽ തന്നെ പഠന മേഖലകളിലും തരക്കേടില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയി. ഡിഗ്രി കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ ഭൂട്ടാനിലേക്ക് യാത്ര ചെയ്തു. അവിടെ ഒരു സ്കൂളിലെ ടീച്ചറായിട്ടാണ് എൻ്റെ ആദ്യത്തെ ഔദ്യോഗിക പദവി എനിക്ക് ലഭിച്ചത്. ഏകദേശം 5 വർഷക്കാലം അവിടെ അധ്യാപന വൃത്തിയിൽ ഞാൻ ഇരിക്കുവാനായിട്ടിടയായി. ദൈവം യഥാർത്ഥത്തിൽ എന്നെ അതിനൊന്നുമല്ല കണ്ടതെന്ന് പിന്നീടുള്ള ജീവിതത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ഇതിനിടയിൽ വിവാഹം നടന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹം കർത്താവ് എനിക്ക് തരുവാനായിട്ടിടയായി. എൻ്റെ ഭാര്യയും പള്ളിയുമായിട്ട് ഒത്തിരി അടുത്ത് പ്രവർത്തിച്ച് സൺഡേ സ്കൂൾ ടീച്ചറായിട്ടൊക്കെ ആയിരുന്നു ആ കാലങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ പിന്നീട് എൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾക്ക് കാരണമായി തീർന്നു. അപ്പോൾ തന്നെ ഒത്തിരി പ്രതിസന്ധികളും പ്രയാസങ്ങളും ജീവിതത്തിൽ ഉണ്ടായി. ജീവിതത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ ആവശ്യകത മനസ്സിലാക്കി ഞാൻ ഗൾഫിലേക്ക് പോകാനുള്ള ചില തയ്യാറെടുപ്പുകളും പ്രവൃത്തികളും ഒക്കെ ചെയ്യുവാനിടയായി. എന്നാൽ പലതും അത്ര വലിയ സക്സസ് ഒന്നും ആയില്ല. അവസാനമായി എൻ്റെ ഒരു സുഹൃത്ത് വഴി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഇതിനിടയിൽ ഭൂട്ടാനിലെ ജോലി അവസാനിപ്പിച്ച് നാട്ടിൽ വന്ന് കമ്പ്യൂട്ടർ സയൻസിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കുവാനായിട്ട് ഒരവസരം കർത്താവ് തന്നു. അത് കഴിഞ്ഞപ്പോൾ ആ നിലയിൽ ആ മേഖലയിൽ തന്നെ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് വഴി ഗൾഫിൽ പോകാനായിട്ട് സാഹചര്യം ഒരുങ്ങി. കമ്പ്യൂട്ടർ പ്രോഗ്രാമറായിട്ട് ഒരു വലിയ കമ്പനിയിലേക്ക് ഇൻ്റർവ്യൂ നടന്നു. പല ഇൻ്റർവ്യൂവിന് ശേഷം ഞാനും സെലക്ട് ചെയ്യപ്പെട്ടു. അങ്ങനെ 1991
എൻ്റെ സാമ്പത്തികമായ ആവശ്യങ്ങൾ മുൻനിർത്തി ഞാൻ ഗൾഫിലേക്ക് പോകാനായിട്ടിടയായി. എന്നാൽ അവിടെ ചെന്നിട്ട് ഗൾഫിലെത്തിയപ്പോഴാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു സംഭവമുണ്ടായത്. പണ്ട് കമ്പ്യൂട്ടർ പ്രോഗ്രാമറായിട്ട് പോയ എന്നെ ആ നിലയിൽ ആ കമ്പനിയിൽ തുടരുവാൻ ഒരുപക്ഷെ ദൈവം തന്നെ അനുവദിച്ചില്ല എന്ന് തന്നെ പറയാം. കാരണം എനിക്ക് ലഭിച്ച വിസയിലെ വലിയൊരു മാറ്റം ഞാൻ അറിയാതെ അതിനകത്തുണ്ടായി. അവിടെ ഒരു പെട്രോൾ പമ്പിലെ ലേബർ വിസയായിരുന്നു എൻ്റെ പാസ്പോർട്ടിൽ അടിച്ചിരുന്നത്. അത് ഞാനും അറിഞ്ഞില്ല, എന്നെ വിട്ടവരും അറിഞ്ഞില്ല. ഞാൻ ജോയിൻ ചെയ്ത കമ്പനിയിലെ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുമ്പോഴാണ് ആ കമ്പനിയുടെ വിസയല്ല എൻ്റെ പാസ്പോർട്ടിൽ അടിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായി. അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു ഷോക്കായിരുന്നു. എങ്കിലും പ്രതീക്ഷ കൈവിട്ടില്ല. എങ്ങനെയും മുന്നോട്ട് പോകണം, എങ്ങനെയും ഈ യുദ്ധത്തിൽ ജയിക്കണം, എങ്ങനെയും എന്താ ആഗ്രഹത്തോടുകൂടി ഞാൻ ഈ ഗൾഫിൽ വന്നോ ആ ഗൾഫിൽ തന്നെ ഒരു ജീവിതം പടുത്തുയർത്തിയേ പറ്റൂ എന്നുള്ള വലിയ ഒരു ഇച്ഛാശക്തി എന്നെ മുന്നോട്ട് നയിക്കുവാനായിട്ടിടയായി. അപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. സാമുദായികമായ പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ യഥാർത്ഥ സ്പോൺസറിൻ്റെ അടുത്തേക്ക് എനിക്ക് പോകേണ്ടതായിട്ട് വന്നു. ആ സ്പോൺസറിന് എന്നോട് ദയ തോന്നിയത് കൊണ്ട് എന്നെ അവിടെ ഒരു വലിയ സൂപ്പർ മാർക്കറ്റിൽ ലേബറായിട്ട് വിട്ടു. 18 മണിക്കൂർ ജോലി, ഒരു നേരത്തെ ഭക്ഷണം. സൂപ്പർ മാർക്കറ്റിലെ ലേബർ. വലിയ വലിയ പെപ്സി ക്രേറ്റുകൾ ചുമന്നുകൊണ്ട്, തോളിൽ ചുമന്നുകൊണ്ട് പല സ്ഥലങ്ങളിലും അത് കൊണ്ടുപോയി എത്തിക്കണം. വരുന്ന കസ്റ്റമേഴ്സിൻ്റെ വണ്ടികളിൽ ഇതെല്ലാം ലോഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ വളരെ ബുദ്ധിമുട്ടി വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു ഏകദേശം 1.5 വർഷക്കാലം അവിടെ. പലപ്പോഴും വലിയ വലിയ ബിൽഡിങ്ങുകളിൽ താമസിക്കുന്നവരുടെ ഓർഡർ അനുസരിച്ച് ഈ സാധനങ്ങളൊക്കെ ലിഫ്റ്റിൽ കയറ്റാൻ പറ്റാത്തത് കൊണ്ട് സ്റ്റെയർ കേസുകളിൽ കൂടി നടന്ന് ചുമന്ന് 4, 5, 6 നിലയുടെ മുകളിൽ കൊണ്ടുവന്ന് സാധനങ്ങൾ കൊടുക്കണം. എല്ലാം ഹൃദയത്തിലൊരു ദൃഢനിശ്ചയത്തോടു കൂടി സഹിച്ചു മുന്നോട്ട് പോയി. അങ്ങനെ ചില നാളുകളെന്ന് പറഞ്ഞാൽ ഏകദേശം 1.5 വർഷക്കാലം അങ്ങനെ വളരെ കഷ്ടപ്പെട്ടു. ഈ കാര്യങ്ങളൊന്നും ഞാൻ ഭവനത്തിൽ അറിയിച്ചില്ല. ഞാൻ വീട്ടിലറിയിച്ചാൽ വൈഫ് പ്രയാസപ്പെടും, സങ്കടപ്പെടും, വീട്ടുകാർക്ക് സങ്കടം ഉണ്ടാകും എന്നൊക്കെ വിചാരിച്ച് ഞാൻ അതൊന്നും അറിയിക്കാതെ സഹിച്ചും ക്ഷമിച്ചും പ്രാർത്ഥിച്ചും ഇങ്ങനെ മുന്നോട്ട് പോയി. എന്നാൽ നമ്മുടെ ദൈവം എത്ര വിശ്വസ്തനാണെന്ന് പിന്നീടുള്ള ജീവിതത്തിൽ നിന്ന് എനിക്കത് മനസ്സിലാക്കുവാൻ സാധിച്ചു. എവിടെ ഞാൻ തകർക്കപ്പെട്ടോ, എവിടെ ഞാൻ തള്ളപ്പെട്ടോ അവിടെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ വീണ്ടും ചെല്ലുവാനുള്ള സാഹചര്യങ്ങളെ കർത്താവിനെ ഒരുക്കി. അങ്ങനെ 1.5 വർഷത്തിന് ശേഷം എന്നോട് എൻ്റെ താൽക്കാലിക സ്പോൺസറിന് ദയ തോന്നിയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടർ കമ്പനിയിലേക്ക് എനിക്ക് മാറുവാനോട്ട് ഒരു അവസരം തന്നു. അങ്ങനെ ഞാൻ സൗദി അറേബ്യയുടെ മറ്റൊരു പട്ടണത്തിൽ, തബൂക്ക് എന്ന ഒരു പട്ടണത്തിലേക്ക് ഞാൻ മാറി. ഇതിനിടയിൽ ഒത്തിരി സംഭവങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ ജീവിതത്തിൻ്റെ ചിന്തകൾക്ക് മാറ്റം വരുത്തുവാൻ കാരണമായി തീർന്നു. തബൂക്കിൽ ചെന്ന് അവിടുത്തെ കമ്പ്യൂട്ടർ കമ്പനിയിൽ ആ കമ്പ്യൂട്ടറിൻ്റെ ആ ബിസിനസ്സിൻ്റെ ഒരു ഓഫീസ് ഇൻചാർജ് എന്നുള്ള രീതിയിൽ അവിടെ ജോലി ചെയ്യുവാനായിട്ട് ഇടയായി. അവിടെ വെച്ചാണ് യഥാർത്ഥമായ സുവിശേഷം കർത്താവിനെ കേൾപ്പിച്ചത്. ഒത്തിരി
യുദ്ധമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സാമുദായിക ചുറ്റുപാടിൽ അതിനെ സ്നേഹിച്ച്, പള്ളിയെ സ്നേഹിച്ച് ശക്തമായി മുന്നോട്ട് പോയ എന്നെ യഥാർത്ഥ സുവിശേഷം പിടിച്ചു കുലുക്കി വല്ലാത്തൊരു ഡിലമയിലായിപ്പോയി. അതുവരെയും പെന്തക്കോസ്ത് പ്രസ്ഥാനവുമായിട്ട് ഒരു ബന്ധവും പുലർത്താതെ അവരെ ഏതെല്ലാം രീതിയിൽ അബ്യൂസ് ചെയ്യാമോ, അല്ലെങ്കിൽ അവരെ ഏതെല്ലാം രീതിയിൽ അവർക്കെതിരെ നിൽക്കാമോ, അങ്ങനെയൊക്കെ നടന്നിരുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ അവിടെ വെച്ച് ഒരു സഹോദരിയിലൂടെ സുവിശേഷം കേട്ട ഞാൻ പുതിയൊരു ചിന്ത എൻ്റെ ഹൃദയത്തിലേക്ക് അത് തരുവാനായിട്ടിടയായി. വിശുദ്ധ വേദപുസ്തകം പഠിക്കാൻ തുടങ്ങി. അതിലെ വചനങ്ങളുടെ ആഴങ്ങൾ മനസ്സിലാക്കുവാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഒരു ഉപവാസം, ആ സഹോദരി പറഞ്ഞതിന് പ്രകാരം ഒരു ഉപവാസം ഞാൻ എടുക്കുവാനായിട്ടിടയായി. ഉപവാസത്തിൻ്റെ 2-ാമത്തെ ദിവസവും 3-ാമത്തെ ദിവസവും കർത്താവ് എനിക്ക് ദർശനം തന്ന് എന്നോട് സംസാരിക്കുവാനായിട്ടിടയായി. അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം സംഭവിച്ചു. കർത്താവ് എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. 2-ാമത്തെ ദിവസം എന്നോട് പറഞ്ഞു, നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു. കർത്താവിൻ്റെ ദർശനത്തിലൂടെ ഞാനൊരു തീരുമാനമെടുത്തു. ഇതാണ് യഥാർത്ഥ വഴി, ആൻഡ് ഇതിലൂടെ മാത്രമേ ഇനി യാത്ര ചെയ്യൂ. ജീവിതത്തിൽ എന്തു തന്നെ സംഭവിച്ചാലും അതിൽ കൂടെ മാത്രമേ പോകൂ എന്നൊരു തീരുമാനമെടുത്തു. അങ്ങനെ ഞാനും എൻ്റെ കുടുംബവും കർത്താവിൻ്റെ മക്കളായി തീർന്നു. അവിടെ നിന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് മാറുവാനായിട്ടിടയായി. ഇത് സംഭവിക്കുമ്പോൾ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും ഇല്ലാതിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഒത്തിരി കഷ്ടതയിൽ കൂടി കടന്നു പോവുകയായിരുന്നു. പറഞ്ഞാൽ മനുഷ്യർ വിശ്വസിക്കാത്ത ദയനീയ അവസ്ഥയിൽ കൂടി കടന്നു പോകുമ്പോഴാണ് കർത്താവ് എന്നോട് പറഞ്ഞത്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. അതെൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത, മാറ്റുവാൻ കഴിയാത്ത അനുഭവത്തിലേക്ക് എന്നെ കൊണ്ടുവന്നു. അതിനുശേഷം നല്ല വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരുന്ന ഞാൻ, ഇതിനിടയിൽ ഭൂട്ടാനിൽ നിന്ന് വന്ന് ഞാൻ കമ്പ്യൂട്ടർ സയൻസിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ വിവരം ഞാൻ പറഞ്ഞല്ലോ. അവിടെ ഒരു കമ്പനിയിൽ ഞാൻ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിച്ചതിന്, അതായത് ചെങ്കടലിലാണ് ദൈവം എനിക്ക് സ്നാനപ്പെടുവാനായിട്ട് അവസരം തന്നത്. അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ ഇപ്പോഴും കരുതുന്നുണ്ട്. പൂർവ്വപിതാക്കന്മാർ ചെങ്കടലിൽ കൂടി കടന്നുപോയി അവർ തങ്ങളുടെ അടിമത്വത്തിൽ നിന്നും പുതിയ ഒരു യുഗത്തിലേക്ക് മാറിപ്പോയതുപോലെ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു. ആ കർത്താവിൻ്റെ കൽപ്പന ഞാൻ ചെങ്കടലിൽ സ്നാനത്തോടുകൂടി ഏറ്റെടുത്തപ്പോൾ അതെൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ വഴിത്തിരിവായി തീർന്നു. ഞാൻ സ്നാനപ്പെട്ട് കൃത്യം 1 മാസം കഴിഞ്ഞപ്പോൾ കർത്താവിനെ വലിയൊരു കമ്പനിയിൽ 1500ഓളം പേര് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലെ CEO ആയിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി, ഇംഗ്ലീഷ് ഡിവിഷൻ്റെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആയിട്ട്, അദ്ദേഹത്തിൻ്റെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആയിട്ട് എന്നെ കർത്താവ് ഉയർത്തി. അവിടെ നിന്നുള്ള യാത്ര വളരെ വ്യത്യസ്തമായ ഒന്നായിരുന്നു. പക്ഷെ അപ്പോഴും എനിക്കറിയാം, എന്നെ ആ ദേശത്ത് കർത്താവ് ഉയർത്തിയതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ടെന്ന്. അങ്ങനെ ആ കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ അനേകർക്ക് പ്രയോജനമാകുവാൻ തക്കവണ്ണം, അനേകർക്ക് ജോലി സമ്പാദിച്ചു കൊടുക്കുവാനും അനേകരെ സഹായിക്കാനും കർത്താവ് സഹായിച്ചു. ഏകദേശം 14 വർഷത്തോളം ആ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആയിട്ട് ഇരിക്കുവാനായിട്ട് കർത്താവ് സഹായിച്ചു. ദൈവത്തെ അറിഞ്ഞതിന് ശേഷമുണ്ടായ വലിയ മാറ്റം, അതിൻ്റെ സന്തോഷം ഞങ്ങൾ അവിടെ അനുഭവിച്ചു. അപ്പോൾ തന്നെ ഞാൻ സ്നാനപ്പെട്ട 1 വർഷം കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് തന്നെ ഒരു പുതിയ കൂട്ടായ്മ ആരംഭിക്കുകയും 12 വർഷത്തോളം അതിൻ്റെ ലീഡറായിട്ട്, ചർച്ച് ലീഡറായിട്ട് അവിടെ തുടരുവാനും കർത്താവ് സഹായിച്ചു.
ഇതിനിടയിൽ സൗദി അറേബ്യയിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്തിരുന്നു ഒരു ഇൻ്റർനാഷണൽ ചർച്ച് ലീഡേഴ്സ് കോൺഫറൻസിന് ദുബായിൽ പോകുവാനായിട്ട്. സൗദി അറേബ്യയിൽ നിന്ന് 2 പേര് മാത്രമേ സെലക്ട് ആയിട്ടുള്ളായിരുന്നു. അതിലൊന്ന് ഫിലിപ്പിനോ ആയ ഒരാളും പിന്നെ ഞാനും. അങ്ങനെ ദൈവം എനിക്ക് സങ്കല്പിക്കുവാൻ കഴിയാത്ത നിലകളിലൂടെ എന്നെ കൊണ്ടുപോയി. വലിയ തകർച്ചയിൽ നിന്നും കരകയറ്റി, സാമ്പത്തികമായ ഒത്തിരി ബാധ്യതകളിൽ നിന്നും കർത്താവിനെ ഉയർത്തിയെടുത്തു. ഏകദേശം ഒരു സാച്ചുറേഷൻ പീരീഡ്, ഒരു വീട്, ബാങ്ക് ബാലൻസ് ഒന്നും വലുതായിട്ടില്ല, ഏകദേശം ഒരുവിധം നല്ല ഒരു നിലയിലെത്തിയപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു അവിടം വിട്ട് നാട്ടിലോട്ട് പോരാൻ. അതെൻ്റെ കുടുംബത്തിനൊരു ചെറിയ ഷോക്കായിരുന്നുവെങ്കിലും ഞാൻ കർത്താവിനെ അനുസരിച്ചു. അങ്ങനെ നാട്ടിൽ വന്നു. അതിനുശേഷം മാസ്റ്റർ ഓഫ് ഡിവിനിറ്റി ഡേ സ്കോളറായിട്ട് തന്നെ പഠിക്കുവാനായിട്ടിടയായി. അതും കഴിഞ്ഞിട്ട് ക്രിസ്ത്യൻ മിനിസ്ട്രിയിൽ ഒരു PG എടുത്തു. അങ്ങനെ ഒരു പാസ്റ്ററായിട്ട് ഞാൻ നാട്ടിൽ ആയിരിക്കുമ്പോഴാണ് യഥാർത്ഥ ദൈവത്തിൻ്റെ വിളി എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. അത് ആരോരുമില്ലാത്ത, ഒതുക്കപ്പെട്ട, മാറ്റി നിർത്തപ്പെട്ട ഒരു കൂട്ടം ജനത്തിൻ്റെ നടുവിൽ അവരുടെ ആത്മീയവും ഭൗതികമായ ഉദ്ധാരണത്തിന് വേണ്ടി കർത്താവിനെ തമിഴ്നാട്ടിലെ ഒരു ഗോത്രത്തിൻ്റെ നടുവിലേക്ക് വിട്ടു. അവിടെ അവർക്ക് ആത്മീയ ഉദ്ധാരണവും ഭൗതിക ഉദ്ധാരണവും ഒരു ട്രാൻസ്ഫോർമേഷൻ അവരുടെ ജീവിതത്തിൽ കൊടുക്കുവാനുള്ളൊരു പദ്ധതിയുമായിട്ടാണ് കർത്താവിനെ അവിടെ അയച്ചത്. ഇപ്പോൾ ചില വർഷങ്ങളായിട്ട് ഞാൻ അവിടെ ആയിരിക്കുന്നു. അവരുടെ ആത്മീയവും ഭൗതികവുമായ എല്ലാ ഉന്നമനവും ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ഗോത്രത്തിലെ ഒരാളായി മാറി അവരുടെ ഭാഷ പഠിച്ച്, അവരുടെ സംസ്കാരം പഠിച്ച്, അവരുടെ ബലഹീനതകളും അവരുടെ ശക്തിയും മനസ്സിലാക്കി അവരിൽ ഒരാളായി മാറി ആ ഗോത്ര വിഭാഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കായിട്ടും രക്ഷയുടെ പരിജ്ഞാനം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാനുമായിട്ടുള്ള എൻ്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ദൈവം എത്ര വലിയവനാണെന്ന് ഞാൻ പലപ്പോഴും മനസ്സിലാക്കാറുണ്ട്. ദൈവസ്നേഹത്തിൻ്റെ ആഴം നാം മനസ്സിലാക്കുമ്പോഴാണ് മനുഷ്യരെ നമുക്ക് യഥാർത്ഥമായി സ്നേഹിക്കുവാൻ കഴിയുന്നത്. നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിച്ച് ഈ ഭൂലോകത്തിലേക്ക് വന്നു. തൻ്റെ രക്തം, അവസാനത്തുള്ളി രക്തം പോലെ നമുക്ക് വേണ്ടി ഒഴുക്കപ്പെട്ട് രക്ഷയുടെ വലിയൊരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ തന്നു. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ ഭൂമിയിലുള്ള മനുഷ്യരെക്കുറിച്ചൊരു കൺസേൺ നമുക്കുണ്ടായിരിക്കണം. പ്രത്യേകിച്ച് തള്ളപ്പെട്ട കൂട്ടത്തിനോട്, മറ്റുള്ളവരാൽ മാറ്റി നിർത്തപ്പെട്ടവർ, അവരുടെ ഇടയിൽ ഞാനിങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ സോഷ്യൽ വർക്കറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അതിനോടനുബന്ധിച്ച ഒരു പഠനം വേണമെന്നുള്ള ചിന്ത എൻ്റെ ഹൃദയത്തിൽ വന്നു. അങ്ങനെ ബാച്ചലർ ഓഫ് സോഷ്യൽ വർക്കിൻ്റെ കോഴ്സിന് വേണ്ടി ഞാൻ ചേർന്നു. 3 വർഷക്കാലം അങ്ങനെ ആ കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠനം ആരംഭിച്ചു. പകൽ മുഴുവനും കർത്താവിൻ്റെ വേലയാകുന്ന ഈ സോഷ്യൽ വർക്ക് ചെയ്യുകയും അതിനുശേഷം രാത്രിയിൽ ഇതിനു വേണ്ടി പഠനങ്ങൾ തുടരുകയും ചെയ്യും. പലപ്പോഴും എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ പലപ്പോഴും ഞാൻ ഈ രാത്രികളിലിരുന്ന് പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് ആ സമയം എന്ന് പറയുന്നത് ഏകദേശം 64 വയസ്സ് 63 വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ പഠനം ഞാനിങ്ങനെ തുടരുന്നത്. അങ്ങനെ പഠിച്ചു. ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, സെക്കൻഡ് ഇയർ കഴിഞ്ഞു, തേർഡ് ഇയർ കഴിഞ്ഞു, പാസ്സായി, നല്ല മാർക്കോടുകൂടി പാസ്സായി. പക്ഷെ പെട്ടെന്ന് എനിക്ക് ഡൽഹിയിൽ നിന്നൊരു കോൾ വന്നു. അതിൽ നിന്ന് മനസ്സിലാക്കിയത് BSWൻ്റെ ആ ബാച്ചിൽ
ഇന്ത്യയിലെ ഫസ്റ്റ് റാങ്ക് എനിക്കാണെന്നുള്ള ഒരു കോൾ വന്നു. മാത്രമല്ല ആ ഗോൾഡ് മെഡലോടുകൂടിയാണ് ഞാൻ വിജയിച്ചത്. അത് നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻറ്റ് നേരിട്ട് ഗോൾഡ് മെഡൽ എനിക്ക് തരുമെന്നുള്ള അറിയിപ്പും കിട്ടി. അങ്ങനെ 2023 ഏപ്രിൽ മാസം എന്നോട് ഡൽഹിയിലെത്താൻ പറഞ്ഞു. അവിടെ വെച്ച് 2 അവാർഡ് കർത്താവ് എനിക്ക് തന്നു. ഒന്ന് നമ്മുടെ പ്രസിഡൻ്റായിരിക്കുന്ന ദ്രൗപദി മുർമുവിൽ നിന്ന് ഗോൾഡ് മെഡലും വൈസ് ചാൻസലറിൽ നിന്ന് APJ അബ്ദുൽ കലാം അവാർഡായ 10,000 രൂപയുടെ ഒരു അവാർഡും കർത്താവ് എനിക്ക് തരുവാനായിട്ടിടയായി. ഞാനത് പറഞ്ഞതിന് മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം മൊത്തം കർത്താവാണ് ഏറ്റെടുത്ത് നടത്തുന്നത്. ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയായിരുന്നു അത്. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന മേഖലയിൽ ഞാൻ യഥാർത്ഥത്തിൽ യോഗ്യനാണെന്ന് തെളിയിക്കുന്ന ഒരു നല്ല സർട്ടിഫിക്കറ്റ് എനിക്ക് ലഭിക്കുവാൻ കർത്താവ് അങ്ങനെ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്നു. ദൈവം എത്ര വിശ്വസ്തനാണ്. അവൻ്റെ വാക്ക് കേട്ട് നാം ഇറങ്ങിത്തിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിപാലനം നമ്മുടെ കൂടെ ഉണ്ടാകും. ജീവിതത്തിൽ ഒത്തിരി കഷ്ടങ്ങൾ അനുഭവിച്ചു. വിശ്വാസത്തെ തകർക്കാൻ പറ്റുന്ന പലതരത്തിലുള്ള ജീവിത സാഹചര്യങ്ങൾ എനിക്കുണ്ടായി, കുടുംബത്തിൽ നിന്നുണ്ടായി. പക്ഷേ എപ്പോഴും ഒരു കാര്യം ഞാൻ എവിടെയും പറയുവാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ എല്ലാ നിലനിൽപ്പിൻ്റെയും അടിസ്ഥാനം കർത്താവാകുമ്പോൾ തന്നെ എന്നോട് ചേർന്ന് എൻ്റെ കുടുംബം എനിക്ക് വലിയൊരു കൈത്താങ്ങൽ തന്നു. എൻ്റെ വൈഫ് എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. ഇപ്പോഴും ഞാൻ ഈ ആദിവാസി ഗോത്ര മേഖലയിൽ വർക്ക് ചെയ്യുമ്പോഴും അവരുടെ ഇടയിൽ വർക്ക് ചെയ്യുമ്പോഴും എനിക്ക് കർത്താവ് തന്ന വീടെല്ലാം ഞങ്ങൾ പൂട്ടിയിട്ടിട്ട് അവിടെ നിൽക്കുകയാണ്. അവിടെയും ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എൻ്റെ ഭാര്യ എനിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് അവിടെ എനിക്ക് കൂടെ ഉണ്ട്. ആര് നമ്മളെ മാറ്റി നിർത്തിയാലും ഈ വിശ്വാസ ജീവിതത്തിൽ കടന്നു വന്നതിനാൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ എനിക്ക്, അതായത് സഹോദരങ്ങളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും ഒത്തിരി നിന്നയും പരിഹാസങ്ങളും ഒക്കെ ഞാൻ അനുഭവിച്ചുകൊണ്ടേയിരുന്നു, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ പൗലോസ് പറയുന്ന പോലെ ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ജീവിതത്തിൽ ഈ ടെസ്റ്റിമണി ആരെങ്കിലും കേട്ടിട്ട് ഈ വിശ്വാസത്തിൽ വന്നതിൽ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പരിഹസിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക സഹോദരങ്ങളെ, ദൈവം ആർക്കും കടക്കാരനല്ല. നാം ഒരു സ്റ്റെപ്പ് അവന് വേണ്ടി മുന്നോട്ട് വെക്കുമ്പോൾ ദൈവം നമ്മെ ചേർത്ത് പിടിച്ച് കൂടെ നടക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. യേശുവിൻ്റെ നാമം എവിടെ നാം ഉയർത്തുന്നോ അവിടെയെല്ലാം അവൻ്റെ സാന്നിധ്യം നമുക്ക് വേണ്ടി ഇറങ്ങി വരും. ഞാൻ പറഞ്ഞല്ലോ, ഒരു ലേബറായിട്ട് വലിയ കഷ്ടം സഹിച്ച് സൗദി അറേബ്യയുടെ റോഡിലൂടെ ഉന്തുവണ്ടി തള്ളി നടന്ന സ്ഥലത്ത് തന്നെ ടൈ കെട്ടി ഓവർകോട്ടിട്ട് ആ സ്ഥലത്ത് തന്നെ പോയി അന്ന് എൻ്റെ കൂടെ ജോലി ചെയ്തവരുടെ മുമ്പിൽ പോയി നിൽക്കുവാനുള്ള അവസരം വരെ കർത്താവ് എനിക്ക് ഒരുക്കി. അതാണ് ഞാൻ പറഞ്ഞത്, കർത്താവ് ആർക്കും കടക്കാരനല്ല. നമ്മ ദൈവത്തെ സ്നേഹിച്ച് നമ്മുടെ കർത്താവിനെ അനുസരിച്ച് അവൻ്റെ ഇഷ്ടത്തിന് നാം ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം കർത്താവ് തന്നെയായിരിക്കും ഉത്തരവാദിത്വം എടുത്ത് നമ്മളെ നടത്തുന്നത്. ദൈവം അത്ര വിശ്വസ്തനാണ്. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. എവിടെ തകർക്കപ്പെടുന്നു അവിടെ ഉയർത്തുവാൻ ദൈവത്തിന് കഴിയും. പക്ഷേ വിശ്വസ്തയോടെ നാം ദൈവത്തെ സ്നേഹിക്കണം. ഈ ഇടതുകൈയും വലങ്കയും തിരിച്ചറിയാത്ത ആദിവാസി സമൂഹത്തിൻ്റെ നടുവിൽ എന്നെ കർത്താവ് അയച്ചതിനും അതുപോലെ തന്നെ അനേക ഭാഷകൾ എനിക്ക് പഠിക്കുവാൻ കർത്താവ് സാഹചര്യങ്ങൾ നൽകിയതും എന്തിനാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. അത് എന്നെ ആ രീതിയിൽ മാത്രമേ കൊണ്ടുവരുവാൻ കഴിയുള്ളൂ. ഞാൻ ഇന്നും വിശ്വസിക്കുന്നു, ഞാൻ നാട്ടിലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ കഴിയത്തില്ലായിരുന്നു. ഇപ്പോൾ കർത്താവിൻ്റെ ഇഷ്ടം എന്തോ അതറിഞ്ഞ് നാം മുന്നോട്ട് പോകുമ്പോഴാണ് അവിടെ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ. ഇതിനിടയിൽ ഒത്തിരി അത്ഭുതങ്ങൾ ജീവിതത്തിൽ കർത്താവ് തന്നു.
അനേക അപകടങ്ങളിൽ പെട്ടു. പക്ഷേ അവിടെയെല്ലാം കർത്താവ് നടത്തി. അനേക സാഹചര്യങ്ങളിൽ കൂടി കർത്താവ് കൊണ്ടുപോയി. അതെല്ലാം കർത്താവ് നമ്മളെ ആ ദൗത്യത്തിന് വേണ്ടി ഒരുക്കുകയായിരുന്നുവെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞങ്ങൾ കുടുംബമായിട്ട് കോയമ്പത്തൂർ ഡിസ്ട്രിക്റ്റിലെ ഒരു ആദിവാസി സമൂഹത്തിൽ ജോലി ചെയ്യുകയാണ്. 2 ലക്ഷ്യമാണുള്ളത്. ഒന്ന്, അവരുടെ ജീവിതത്തിൽ അവർ കർത്താവിനെ അറിഞ്ഞ് കർത്താവിൻ്റെ രക്ഷയുടെ പരിജ്ഞാനം അവർ പ്രാപിക്കുക. 2, അവരുടെ സാമൂഹികമായ ഡെവലപ്മെൻറ്റ്, ഒരു ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ നമ്മളെപ്പോലെ തന്നെ അവരും മനുഷ്യരാണ്, അവരെയും ദൈവം സ്നേഹിക്കുന്നു, ഒത്തിരി സ്നേഹിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാനും അവർക്കത് മനസ്സിലാക്കി കൊടുക്കുവാനും ഈ സാഹചര്യം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം ഒത്തിരി കാര്യങ്ങളിൽ എന്നോട് കരുണ കാണിച്ചു. ദൈവത്തിൻ്റെ വിശ്വസ്തത ഒരിക്കലും മറക്കുവാൻ കഴിയത്തില്ല. എൻ്റെ യേശു അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിച്ചു. നമ്മളെപ്പോഴാണോ ദൈവത്തിൻ്റെ യഥാർത്ഥ ദൗത്യം നമ്മുടെ ജീവിതത്തിൽ എന്താണെന്ന് മനസ്സിലാക്കുന്നു, അന്ന് മുതലാണ് നമ്മുടെ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത്. കാരണം നമുക്കെല്ലാവർക്കും ദൈവം ഓരോ ദൗത്യം തന്നിട്ടുണ്ട്. ആ ദൗത്യം എന്താണെന്ന് നാം തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥ ജീവിതം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ കർത്താവിനെ പിൻപറ്റുവാൻ നിങ്ങൾക്ക് അവസരം കർത്താവ് തരട്ടെ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിലും വെളിപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ സാക്ഷ്യം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ജീവിതത്തിൽ സംഭവിച്ച ഒത്തിരി കാര്യങ്ങൾ പറയുവാൻ, പാട്ടുകാരൻ പറയുന്ന പോലെ 1000 നാവ് പോരാ അതൊക്കെ പറയുവാനായിട്ട്. എത്രയോ അത്ഭുതങ്ങൾ ജീവിതത്തിൽ കർത്താവ് തന്നു. എവിടെയൊക്കെ തകർന്നു പോകുമെന്ന് വിചാരിച്ചോ അവിടെയെല്ലാം കർത്താവ് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടുന്ന സ്ഥാനത്ത് കർത്താവ് അവിടെ ഒരു കോമയാക്കി പുതിയൊരു തലത്തിലേക്ക് കർത്താവ് കൊണ്ടുപോകുന്നത് എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയും പ്രാവശ്യം അനുഭവിച്ചറിയാൻ കർത്താവ് സഹായിച്ചു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു.